പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പുരോഗമനകരമായിട്ടുള്ള ചിന്താഗതിയും അങ്ങനെയുള്ളൊരു സാഹിത്യ ലോകത്തൊരു പുതിയ പാത വെട്ടി തുറന്നിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പദവികളോടും അതുപോലെ പണത്തിനോടും ഒന്നും ഒരു ആർത്തി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുപോലെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ പോലും രണ്ടുപേരുടെയും വാങ്ങിയിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയും. വീട് പണി തീർക്കാത്തതിൻ്റെ പേരിൽ മൂപ്പര ബാപ്പൻ്റെ പെങ്ങക്ക് ഒരു പെങ്ങക്കൊരു മോള് കല്യാണം കഴിക്കാനായി നിൽക്കുന്നുണ്ട്. മൂപ്പര പെങ്ങക്ക് നീ എന്താ വീട് പണി തീർക്കാത്തത്, എനിക്ക് വീട് വേണ്ടേ, എന്താണ് അമ്മായി അങ്ങനെ ചോദിക്കണത്, എനിക്ക് വേണ്ടെങ്കിൽ അത് പറയും, നീ അത് ആഴ്ചയ്ക്ക് കൊടുത്താള് എന്നാ ഓൾ എടുത്തോട്ടെ, എനിക്ക് വേണ്ട. ഈ സാധനങ്ങളൊക്കെ അടുക്ക ആ വീട് ഞാൻ പോയി വീട്ടില് പെങ്ങക്ക് കൊടുത്ത്. അപ്പൊ പെങ്ങൾ പറയട്ടെ ഞാനത് മുഴുവൻ ശരിയാക്കി താമസിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ എഴുതി തരണം പെങ്ങള്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെങ്ങളെ പേരിൽ എഴുതി കൊടുത്ത് അതിന് ശേഷം ഒരു വീട് ഉണ്ടാക്കി താമസിച്ച് മോളെ കല്യാണമൊക്കെ കഴിച്ച് അപ്പോഴേ പറയാം നമുക്ക് ഇങ്ങനൊരു വീട് വേണ്ടേ, നമുക്കൊരു വീട് വേണ്ട. പിന്നെ അറബി പൊന്ന് എന്ന പുസ്തകം അതൊക്കെ ഞങ്ങളിവിടെ എത്രയോ താമസിച്ചു കഴിഞ്ഞാൽ അതാഴ്ചടുത്ത് വന്ന ഈ സൈസല്ല. അതെ അത് ഇടിയാങ്ങരി തന്നെ. ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചരാ. അതെങ്ങനെ അറിയാം എം ടി വാസവൻ അത് കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എനിക്കും കൂടി പോയിട്ട് ഞാനിഞ്ഞ് 2 മാസത്തിന് വരൂല നമ്മള് ദൂരം വൈക്ക് പോയിട്ടൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പോയ ആള് 2 ആഴ്ച കൊണ്ട് മടങ്ങി എന്ന് ആയിരിക്കും. രാത്രി പകലും നോവലാണല്ലോ അത്. അവിടുന്ന് ഒരു വീട് ഒരു നായര പേര് പറഞ്ഞു. ആ നായര വീട് വരിക്ക് ഒഴിഞ്ഞു കൊടുത്ത് കരുവാരക്കുണ്ടില് അവിടുന്ന് കഞ്ഞി വെച്ച് കുടിച്ചിട്ടും പേരുണ്ടാക്കിയിട്ടും ഒക്കെ തിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത് എഴുതിയത്. എൽപിന്റെ പുസ്തകങ്ങളൊക്കെ താത്ത വായിച്ചിട്ടുണ്ടോ? വായിച്ചതൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. പിന്നെ മക്കള് എഴുത്തുകാരായാലൊക്കെ സന്തോഷം. ഒരു മോൻ തന്നെങ്കിലും ആയല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും പൈസ എഴുതിയിട്ടുണ്ട്. പൈസ എഴുതല്ലോ എഴുതിയിരുന്നു. നാസറല്ലേ നമ്മുടെ മറ്റേ മോനെ സക്കീർ എഴുതിയിട്ടില്ല. സക്കീറല്ല നമ്മുടെ അതാണ് ഹാഫിസ്. ഹാഫിസ് ഇപ്പോഴും എഴുതുന്നുണ്ട്. ഒരു ഒന്നിനോടും രാജിയാവാത്തൊരു സ്വഭാവമാണ്. എല്ലാം ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യുക. അനുഭവം എന്തുണ്ടെങ്കിലും തീർത്താ തീർന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇല്ലേ? എന്ത് പറഞ്ഞാലും ചില സംഗതിയിലൊക്കെ ഞാൻ അവിടെ പോട്ടെ ഇവിടെ പോട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് അറിയും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാവും. അതെങ്ങനെയാണെന്നറിയാം. അത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറൂല. അതെ ഒരു എപ്പോഴെങ്കിലും ആ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഒരു തരത്തില് ഒരു മരിക്കണ മുമ്പ് കുറച്ചടുത്ത് അത് വേണ്ട. അതെന്തെങ്കിലും അറിഞ്ഞാല് കുറച്ചടുത്ത് മരിക്കണതിന്റെ കുറച്ച് മുന്നേ വെച്ചിട്ട് എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മീൻസിൽ ആസ്പത്രിയിലാണെന്ന് അറിഞ്ഞ് ഫോൺ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പോട്ടെ കാണാനാണ്. അപ്പം ആദ്യം എന്നോട് എടുത്ത ചോദിച്ചു ആരപ്പുറം പോകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കുട്ടികളാരെയും കൂട്ടി പോയിക്കോളാം, എന്നാ പോകണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. ഈ പോകണ്ട കുറേ പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞു പോകണ്ട. ഞാൻ വരണ്ടേ പോകുന്നാണ് അല്ല എം ടി ബഷീറും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എടാ എം ടിന്നേ വിളിക്കുള്ളൂ, എടാ വാസുവെന്നേ വിളിക്കുള്ളൂ. ഞാൻ പറയും പാവനാണ്, നായരല്ലേ, നമുക്കെങ്ങനെ വിളിക്കാവോ? നായരെന്ന് പറഞ്ഞ മനുഷ്യനല്ലേ. വേറെന്തോരു പേര് വിളിക്കല്ലോ എം ടീനെ? നൂലം വാസു ഇല്ലേ? ഭാർഗവി നിലയം എന്നുള്ളൊരു സിനിമ ഇല്ലേ? ആ സിനിമന്റെ അതിനെ പറ്റി താത്തേക്ക് എന്താ പറയുന്നത്? ഓ അത് ആരെക്കൊണ്ട് അങ്ങനെ എഴുതാൻ സാധിക്കും? അതെ അത് ആ ഒരു അതുപോലുള്ള ഒരു സിനിമയോ അതുപോലുള്ള ഒരു കഥയോ പിന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല അതിന്റെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വരുമാനം ഇപ്പൊ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വരുമാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉത്താത്തേക്ക് എന്തെങ്കിലും കൂടുതൽ ഗുണം കിട്ടിയിട്ടുണ്ടോ കുടുംബത്തിന്? ഭക്ഷണം കഴിച്ച് ബഷീർ ഒരു നിത്യസഞ്ചാരിയായിരുന്നല്ലോ. അദ്ദേഹം ഒരുപാട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ യാത്രേനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റും. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം കല്യാണം കഴിഞ്ഞ മദ്രാസ് അങ്ങോട്ട് പോയിട്ടില്ല. അല്ല അങ്ങനെ ഒരു യാത്രികനായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സാഹിത്യകാരനെ നമുക്ക് കിട്ടുന്നത്.
പക്ഷെ അതേപോലെ സ്വാതന്ത്ര്യ സമരം അതിനുള്ള സംഗതികളൊക്കെ അള്ളാഹു വേറെ സൃഷ്ടിച്ചതാണ് ആ സമയം.